വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളെ ഇന്നൊരു സാധനം ഉണ്ടാക്കി. ഇന്നലെയാണ് ഉണ്ടാക്കിയത്. അതിന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമ്മൾ എന്താണെന്ന് കാണണ്ടേ? അപ്പം അതായിക്കോന്ന് അറിഞ്ഞൂടാ, പക്ഷേ എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്, ഞാൻ കാണിച്ചത്. നല്ല മഴയാട്ടോ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത സാധനം. ടിങ്കർ ഡിഷ് കേട്ടോ. ടിങ്കറ്റല്ല, ട്രിങ്കറ്റ് ഡിഷാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇത് ട്രിങ്കറ്റ് ഡിഷ് ആയിക്കോ ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റും പോലെ ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് നമ്മൾ കളർ ചെയ്ത് കൊടുക്കുക, അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് ഗൈസ്. ഇതുണ്ടോ, എന്നെ കൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കിയത്. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ട്രിങ്കറ്റ് ഡിഷ് ഉണ്ടാക്കി, അത് പൊട്ടിപ്പോയി. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി ഒന്നുകൂടി. അത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ച് നല്ലോണം വന്നു. 3 ഉണ്ടാക്കിയത് പൊട്ടിപ്പോയി. ലാസ്റ്റ് 3 ഉണ്ടാക്കി, 3 പൊട്ടിപ്പോയി. ഇത് ലാസ്റ്റാണ് ഉണ്ടാക്കിയത്. അത് അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നതിന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോവാണ്. എന്നാ വാ, പെയിൻ്റ് അടിക്കാം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലൈറ്റ് പിങ്ക് അങ്ങനത്തെ കളറൊക്കെ അടിക്കണം എന്നാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ക്ലേ പോട്ട് ഉണ്ടാക്കിയിരുന്നു. ജസ്റ്റ് വെറുതെ ഒരു ക്ലേ ഉണ്ടാക്കിയ ഇതാക്കാൻ വേണ്ടി ഒരു ക്ലേ പോട്ട് ഉണ്ടാക്കിയിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. അതും ഞാൻ പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അതും ഞാൻ ലൈറ്റ് പിങ്ക് അതൊരു കളറായിരുന്നു അടിച്ചത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഉണ്ടാക്കിയ ക്ലേ പോട്ട് ഇതാണ്. ഇതിൽ ഞാനിപ്പോൾ ബഡ്സ് ഇട്ട് വെച്ചതാണ്. കുറച്ച് ബഡ്സ് ഉണ്ട്, പക്ഷെ ഇതിലെല്ലാം കൊള്ളില്ല. അപ്പോൾ ഞാനിതിൽ പെൻസിലൊക്കെ ഇട്ട് വെക്കാൻ നോക്കുമ്പോൾ ഇതിങ്ങനെ ചെരിഞ്ഞ് കളിക്കണം. അപ്പോൾ ഞാൻ ഒറ്റ ബഡ്സ് മാത്രം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നുകൂടി നല്ലോണം കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ക്യൂട്ട് ക്ലേ പോട്ട്. ഇത് ഞാൻ ഒരു ലൈറ്റ് പിങ്കും ഒരു റെഡും കോമ്പിനേഷനിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ കോമ്പോയിലല്ല, പക്ഷെ ഇതുപോലത്തെ ഒരു കളർ കോമ്പോയിൽ ചെയ്യണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. ഇത് ഞാൻ ഒരു റൗണ്ടിലായിരുന്നു ഈ ട്രിങ്കറ്റ് ഡിഷ് ഞാൻ ഫസ്റ്റ് റൗണ്ടിലായിരുന്നു ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഞാൻ അതിൻ്റെ നടുക്ക് ഇങ്ങനെ അവക്കേഡോ അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ആക്കിയെടുത്തു. പക്ഷെ അവക്കേഡോൻ്റെ ഷേപ്പ് ഇതല്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്ന അവക്കേഡോൻ്റെ കളർ അടിച്ചു കൊടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന്. അപ്പം ഹലോ, കളർ അടിക്കാം. ഞാൻ ഒരു ജേണൽ തുടങ്ങി. ഇവള് ജേണൽ തുടങ്ങിയിട്ട് ഞാൻ ചെയ്യുന്ന കണ്ടിച്ച് ഇവളും ജേണൽ തുടങ്ങിയതാണ്. അപ്പം നമുക്ക് കളർ അടിക്കാം ബാ. അപ്പോൾ ഞാൻ പെയിൻ്റ് അടിക്കാൻ വേണ്ടി ഈ ഒരു കുഞ്ഞ് ബോട്ടിലിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഞാൻ ഫാബ്രിക് പെയിൻ്റ് കുഞ്ഞ് ബോട്ടിലാണ് വെള്ളം എടുക്കുക. ഇതാണ് നമുക്ക് വേണ്ട അളവിൽ വെള്ളം കിട്ടില്ല. അപ്പോൾ എനിക്കിതിൽ വെള്ളം എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഞാൻ കളർ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചത്. ഇതാണ് എൻ്റെ അക്രലിക് പെയിൻ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യൽ. ഇത് ഒരു 3 ടിന്ന് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. 2 കഴിഞ്ഞു. ഇപ്പോൾ പുതിയതാണിത്. പുതിയതല്ല, പഴയതാണ്. ഇനിയിപ്പോൾ പുതിയ വാങ്ങണത് തീരാനായി. ഇതിൻ്റെ കോലൊന്നും കണ്ടാൽ മേടിക്കണ്ട കേട്ടോ. ഇതുണ്ടോ, മൂടിയുമല്ലൊക്കെ ഒരുപാട് കളറായിരിക്കണം. അപ്പോൾ ഈ ഒരു ചാണകപ്പച്ച പോലത്തെ ഒരു കളറാണ് ഞാൻ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് വൈറ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് കളറാക്കി എടുക്കണം. അതും പിന്നെ ഒരു ബ്രൗൺ അങ്ങനത്തെ ഒരു ഷെയ്ഡൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമോ നോക്കാം. പിന്നെ ഇതാണ് എൻ്റെ ബ്രഷ്. ഇതും നിങ്ങൾ കണ്ട് പേടിക്കേണ്ട. ഇതിൻ്റെ കോലം കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ പറഞ്ഞത് ഉണ്ടോ? ഇതൊക്കെ ഞാൻ കളറാക്കി. അപ്പോൾ ഇതാണ് ട്രിങ്കറ്റ് ഡിഷ്. ഇതിലാണ് ഞാൻ കളർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുണ്ടോ, ഇത് രസമുണ്ടോ എന്നൊക്കെ പറയണേ. അപ്പം ഞാനിത് ഒന്നിങ്ങനെ ഈ ഒരു കുഴി റെഡിയാക്കിയിരിക്കുന്നത്. ഇത് അധികം ഉണങ്ങിയിട്ടില്ല. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്, ഇന്നലെ വൈകുന്നേരം കേട്ടോ. അപ്പോൾ അധികം ഉണങ്ങിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് നല്ലോണം ഒന്ന് ഷേപ്പാക്കാം. കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്തിട്ട്, അധികം വെള്ളമാക്കി കഴിഞ്ഞാൽ പോയി പോകും. അതുകൊണ്ട് ഷേപ്പൊക്കെ പോയി പോകും. കുഴിച്ചെടുക്കണം. ഈ ഒരു അവക്കേഡോൻ്റെ കുരു ഇങ്ങനെ പൊന്തിക്കെടുക്കുമല്ലോ, അതേപോലെയാണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എത്രത്തോളം റെഡിയാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കളർ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം ഇന്നത്തേക്ക് 3ാമത്തെ ദിവസമാണ് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം ഇതാണ് ഗ്രീൻ കളർ. ഇത് മിക്സ് ചെയ്തിട്ട് ഒരു
ലൈറ്റ് ഗ്രീൻ ആക്കി എടുക്കണം. അപ്പം എനിക്ക് കൂടുതൽ രസം തോന്നുന്നത്. ഇത് കണ്ടോ, ഇത് ഏകദേശം തീർന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞില്ല. ഇപ്പോൾ പുതിയത് വാങ്ങുന്ന ഈ ഗ്രീൻ എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. നല്ലൊരു ഗ്രീനാണ്. നമ്മൾ വൈറ്റ് എടുത്തത് ശരിക്കും വൈറ്റ് അല്ല, ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ. ഇതാ ലൈറ്റ് പിങ്ക് കളറാണ്. പക്ഷേ ഇത് വൈറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത്ര ലൈറ്റ് പിങ്ക് ഒന്നുമല്ല ഇത്. എനിക്ക് ലൈറ്റ് പിങ്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ള കളറിൽ റെഡ് എടുത്ത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് പിങ്ക് കിട്ടി. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ. പക്ഷേ ഇത് ലൈറ്റ് പിങ്ക് ആയിട്ടൊന്നല്ല ഉള്ളത്, വൈറ്റ് പോലെ തന്നെയുള്ളത്. അതുകൊണ്ട് തന്നെ വൈറ്റും ആക്കാം ലൈറ്റ് പിങ്കും ആക്കാം. അപ്പോൾ ഞാനിത് തുടങ്ങുകയാണ് പെയിൻറ്റിങ്ങിന്. ബ്രഷിൽ കുറച്ച് ഗ്രീൻ കളർ ആക്കിയിട്ട് ഇത് കറക്റ്റ് ഉണങ്ങാറ്റെന്ന് തോന്നുന്നു. ബ്രഷ് ഇങ്ങനെ ഒരു ചളി പോലെ വരുന്നുണ്ട്. വെള്ളമാക്കി ഞാൻ കളർ കൊടുത്തപ്പോൾ ഇനി കാണുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ കൈമലാക്കി കാണിച്ചത് കണ്ടോ, ഒരിങ്ങനെ ചളി പോലെ വരുന്നുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ ചളി പോലെ വരുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിഞ്ഞിട്ടുണ്ടോ, എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് ഉണങ്ങായിട്ടാണെന്ന്. പക്ഷെ ഞാൻ എന്തായാലും പെയിൻ്റ് അടി നിർത്തുന്നില്ല, പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഇത് പച്ച കളർ എടുത്തിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. തീരെ വെള്ളം കൂട്ടാൻ അടിച്ചാൽ കുറച്ചും കൂടി നല്ലപോലെ നിൽക്കുന്നുണ്ടാവും. വെള്ളം കൂട്ടാൻ അടിക്കാൻ പറ്റില്ല, അധികം വെള്ളം കൂട്ടാൻ അടിക്കാൻ പറ്റില്ല അത് നമുക്ക്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കോട്ടായിട്ടൊരു ഈ കളർ ഗ്രീൻ അങ്ങനെ തന്നെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ബ്രഷ് ക്ലീൻ ആക്കിയിട്ട് വെള്ള കളർ ഇതുണ്ടോ, വെള്ള കളർ തന്നെയാട്ടോ ഇത് വരുന്നത്. എന്നിട്ട് ഇതാ ഈ വെള്ള കളർ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് പച്ച പോലത്തെ ഒരു പേസ്റ്റൽ പച്ച അങ്ങനത്തെ ഒക്കെ ഒരു കളർ കിട്ടും കേട്ടോ. ആ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാണിച്ചു തരുന്നുണ്ട് കളർ കൊടുത്തു കഴിഞ്ഞിട്ട് കേട്ടോ. ഇത് കറക്റ്റ് മറ്റേ എന്താ പറയുക അവക്കാഡോൻ്റെ കളറാണെന്ന് ചോദിച്ചാൽ ഒരിക്കലല്ല. ഒന്നാമത് ഈ ഒരു ചളി ഒന്ന് മിക്സ് ആവുന്നുണ്ട് ഈ കളറിൻ്റെ കൂടെ. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. ചളി മിക്സ് ആകുമ്പോൾ എന്താകുന്നുണ്ട്, ഈ കളറൊന്ന് മാറി വരുന്നുണ്ട്. പേസ്റ്റൽ പച്ചയായിരുന്നു വരേണ്ടത്, പക്ഷെ ഒരു ബ്രൗണ് മിക്സായ ഒരു കളർ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു കളറായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും പച്ച മിക്സ് ചെയ്തിട്ട് ഇത് റെഡിയാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഉണങ്ങേണ്ടതായിരുന്നു. പിന്നെ എനിക്ക് തോന്നി പച്ച മാത്രം അടിക്കാമെന്ന്. ഞാൻ എന്തായാലും നോക്കട്ടെ. അപ്പോൾ ഒരുവിധം ഫിനിഷായിട്ട് കളർ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഉണങ്ങിയിട്ടൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം നല്ലോണം കളർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ട്രിങ്കർ ഡിഷൈൻ. ഇതിലും കുറച്ചും കൂടെ മിനിക്ക് പണിയുണ്ട്, പക്ഷേ ഇതിൻ്റെ ബാക്കൊന്നും കളർ ചെയ്തിട്ടില്ല. ബാക്ക് കുറച്ചായി വിണ്ട് കയറി വരുന്നുണ്ട്. അതൊന്ന് കളർ ചെയ്തൊന്ന് റെഡിയാക്കണം. അത്ര ഫിനിഷിങ്ങിലല്ല ഞാൻ കളർ ചെയ്തത്. ഇനി ഒരു കോട്ടും കൂടെ ഇത് കളർ ചെയ്യാനുണ്ട്. അപ്പം അതും കൂടെ കളർ ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ ട്രിങ്കർ ഡിഷിൻ്റെ പണികളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇനി ഞാനത് റിവീൽ ചെയ്യാൻ പോവാണ്. ഇതാണ് എൻ്റെ ട്രിങ്കർ ഡിഷ് ഗായ്സ്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ അത്യാവശ്യം നല്ല പോലെ കളർ അടിച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, മാക്സിമം കുറച്ചും കൂടി ഭാഗത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ കളർ അടിക്കാനുണ്ട്. ബാക്കും അത്യാവശ്യം നല്ലോണം കളർ അടിച്ചിട്ടുണ്ട്. ബാക്ക് കുറച്ച് പൊട്ടി വരുന്നുണ്ടായിരുന്നു, അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇനി ഇവിടെയും കൂടിയാണ് കളർ എടുക്കാനുള്ളത്. അത് കുറച്ചൊന്ന് പൊട്ടിക്കണം. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് കളർ എടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പം എങ്ങനെ ഉണ്ടിട്ടും കണ്ടിഷ് കമൻറ്റ് ചെയ്യണേ. ബൈ ബൈ.